സൈമൺ എന്ന മാഫിയ തലവൻ 99 വർഷത്തേക്ക് ഒരു കടാപ്പുറത്തെ ഹാർബർ ലീസിനെടുക്കുന്നു. അവിടെ ഇല്ലീഗലായി ക്രീമുകളും വാച്ചുകളും കടത്തൽ നടക്കുന്നുണ്ട്. സൈമന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്ന ഇടങ്കൈയായ ആളാണ് ദയാൽ. അതേസമയം മറ്റൊരു സ്ഥലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി എയർപോർട്ട് ദേവ മനുഷ്യൻ എന്ന അഭയകേന്ദ്രം നടത്തുന്ന ആളാണ് ദേവ. അവിടെ ഒരുത്തൻ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ 30 വർഷമായി എന്തൊക്കെയോ പരിപാടി നടത്തുന്നു. എന്നാലും എന്താവും അണ്ണനോട് പരിപാടി? ഒരു ദിവസം ദേവയുടെ പഴയ ചങ്ക് രാജശേഖരൻ മരിച്ചു എന്ന വാർത്ത അവൻ അറിയുന്നു. സംശയം തോന്നി ദേവ അന്വേഷണം നടത്തിയപ്പോൾ രാജശേഖരൻ ഒരു യന്ത്രമുണ്ടാക്കിയതായി അവൻ മനസ്സിലാക്കുന്നു. അതുവഴി ഡെഡ് ബോഡീസ് പെട്ടെന്ന് തന്നെ ചാരമാക്കാൻ കഴിയും. വിറകിന്റെ ആവശ്യമില്ല. ഗ്യാസിന് വില കൂടിയത് കൊണ്ടാവും അണ്ണൻ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. സൈമന്റെ മറ്റു പരിപാടികൾ ചെയ്യാൻ വന്ന പാണ്ഡികളെ ഇടങ്കൈ ദയാൽ തൂറ്റിച്ചു കൊന്നു. ആ തല്ലിക്കൊന്നവരുടെ തെളിവുകൾ ഇല്ലാതാക്കാൻ രാജശേഖരന് ഭീഷണിപ്പെടുത്തി എല്ലാവരെയും ചാരമാക്കാനുള്ള പണി അയാളെ ഏൽപ്പിക്കുന്നു. ഒടുവിൽ ദയാൽ രാജശേഖരനെ തട്ടുന്നു. രാജശേഖരനെ മൂത്ത മകളായ പ്രീതി ആദ്യം ദേവയെ വിശ്വസിക്കുന്നില്ല. ഡാഡിയായി പോയില്ലേ എന്ന് വിചാരിച്ച് പ്രീതിയും ദേവയുടെ കൂടെ സത്യാന്വേഷണത്തിന് ഇറങ്ങുന്നു. അങ്ങനെ കൂടുതൽ ഡെഡ് ബോഡീസ് ചാരമാക്കാൻ ദയാൽ പ്രീതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുന്നേ തന്നെ ദേവ അവളെ രക്ഷിക്കുന്നു. മണ്ടനായ ദേവ അവളെയും കൂട്ടി ദയാലിന്റെ അണ്ണാക്കിലേക്ക് പോയി അവർ രണ്ടുപേരും കൂടി പണിയുന്നു. അതിന്റെ ഇടയിൽ ദേവ അണ്ണൻ വളരെ പരസ്യമായി രഹസ്യം അന്വേഷിക്കുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇനിയും ഡെഡ് ബോഡീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയപ്പോഴാണ് സൈമൺ ദേവയെ ആദ്യമായി കാണുന്നത്. അങ്ങനെ അവിടെ ഒരു ട്വിസ്റ്റ്. ദയാൽ പോലീസാണത്രേ. ദയാൽ ഒറ്റുകാരനാണെന്ന് അറിഞ്ഞപ്പോ തന്നെ സൈമൺ അവനെ തട്ടിക്കളയുന്നു. കുഴിച്ചിടാൻ പോയ ദേവയുടെയും പ്രീതിയുടെയും മുന്നിൽ പെട്ടെന്ന് ഒരു ഇടി വെട്ടിയപ്പോൾ ദയാൽ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഇവനാരുടെ അണ്ടർടേക്കറോ? ദയാൽ പറയുന്ന കള്ളക്കഥ വിശ്വസിച്ച് മണ്ടൻ ദേവ അവനെ വെറുതെ വിടുന്നു. പ്രീതിയെയും അവന്റെ കൂടെ വിടുന്നു. അങ്ങനെ ദയാൽ പ്രീതിയെ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതിനിടെ ദേവൻ ഞെട്ടിക്കുന്ന മറ്റൊരു രഹസ്യം അറിയുന്നു. സൈമന്റെ ജോലി വാച്ചു കടത്തലല്ല, തൊഴിലാളികളുടെ ഹാർട്ട് വിറ്റുവരെ കോടികൾ ഉണ്ടാക്കുന്ന ആളാണ്. തെളിവില്ലാതിരിക്കാൻ വേണ്ടി ചാരമാക്കി കളയുന്നു. ഇതിനിടെ പ്രീതിയെ രക്ഷിക്കാൻ ദേവാണ്ണൻ ദയാലിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരികയും ദയാൽ പ്രീതിയെ വെറുതെ വിടുകയും ചെയ്യുന്നു. അങ്ങനെ പ്രീതി പിടിക്കാൻ ദയാൽ പോയപ്പോൾ അവൾ ഒരു തട്ടുകടയിൽ ഇരുന്ന് കപ്പയും ഓംലെറ്റും കഴിക്കുന്നതാണ് അവൻ കാണുന്നത്. ചാവാ നേരത്തെ അവളുടെ ഒരു തീറ്റി. അങ്ങനെ ഓടി അവൾ ട്രെയിനിൽ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ രാജശേഖരൻ പണ്ട് എമർജൻസി ആയി വിളിക്കാൻ പറഞ്ഞിരുന്ന കൂലി നമ്പറിൽ വിളിക്കുന്നു. നേരെ പോയത് ദേവയുടെ അടുത്തേക്ക്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു രഹസ്യം അറിയുന്നത്. ഇത് രാജശേഖരനെ മാത്രം മകളല്ല, ദേവയുടെയും സ്വന്തം മകളാണ്. ഇതോടെ ആസായിരം ദേവ മാസായി. അങ്ങനെ ട്രെയിനിൽ രക്ഷപ്പെട്ട് പ്രീതി വീണ്ടും ചായയും വെണ്ണവും കുടിക്കാൻ വന്നപ്പോൾ സൈമന്റെ ആൾക്കാർ അവളെ പിടിച്ച് പോർട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണ് 30 വർഷമായിട്ടും റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്തവർ വരെ പുറത്തിറങ്ങി അടിച്ചു തൂറ്റിക്കുന്നത് കാണുന്നത്. അവസാനം ദേവ സൈമന്റെ മുന്നിലെത്തി പഴയ കണക്ക് പുസ്തകം തുറക്കുന്നു. താൻ തട്ടിയത് സൈമന്റെ അച്ഛനാണെന്ന് പറഞ്ഞതോടെ സൈമൺ ഫുൾ കലിപ്പായി. ദേവ സൈമൺ കയറ്റി അയക്കാൻ വെച്ച 200 രൂപയുടെ വാച്ചുകൾ കൂട്ടിക്കെട്ടി തൂറ്റിച്ചു കൊല്ലുന്നു. അങ്ങനെ പോർട്ടും പൊട്ടിച്ച് പരിപാടി അവസാനിപ്പിക്കുന്നു. അങ്ങനെ ദേവ നിന്റെ ഡാഡിയല്ലേ നിന്റെ ഡാഡി എന്ന് പറഞ്ഞ് മനസ്സിൽ മാസായി പോകുമ്പോൾ കുറച്ച് ആളുകൾ കണ്ണുപൊത്തി കൂട്ടിക്കൊണ്ടുപോയി. മരുഭൂമിയിലെ ചായക്കടയ്ക്ക് മുന്നിൽ അസംബ്ലിക്ക് വരി നിൽക്കുന്നവരുടെ അടുത്തേക്കാണ് അവർ കൂട്ടിക്കൊണ്ടുപോയത്. അന്നേരം ഒരു ഷർട്ട് വാങ്ങിയിടാൻ ഗതിയില്ലാത്ത കോടീശ്വരൻ ദേവയുടെ കഴുത്ത് വെട്ടാൻ ഓങ്ങി. അപ്പോഴാണ് അയാൾക്ക് ദേവയുടെ ചരിത്രം ഓർമ്മ വരുന്നത്. അങ്ങനെ കുടുംബക്കാരെ കൊന്നവനെ അണ്ണൻ സ്വന്തം ടീമിൽ എടുത്ത് വീടി വലിച്ചിരിക്കുകയാണ് വെടലൻ.